ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തെളിച്ചു പറഞ്ഞാൽ പച്ച ജീവനോട് കത്തിച്ചു കൊന്ന ഒരു ദുരാത്മാവ് നിങ്ങളുടെ തറവാട്ടിൽ വന്ന് ജനിക്കാൻ പോകുന്നു. ജനിക്കാൻ പോകുന്നു എന്നല്ല, ജനിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അനുവേട്ടനെ രക്ഷിക്കാൻ തന്നെയാ ആ CI അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ മധുവിന്റെ ആളുകള് ഇതിനകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കുന്ന അദ്ദേഹം വിചാരിച്ചാണില്ല. ഈ സ്റ്റേഷന്റെ അകത്തും അവന്റെ ആളുകളുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളും അവരവനെ അറിയിക്കുന്നുമുണ്ട്. എന്നെ കാണാൻ വരുന്നവരെ കുറിച്ചും അവരോട് ഞാൻ സംസാരിക്കുന്നതിനെ കുറിച്ചും എല്ലാം മധു അറിയുന്നുണ്ട്. സച്ചി, സത്യം പറഞ്ഞ എനിക്ക് പേടിയാ. അനുവേട്ട പോലീസ് സ്റ്റേഷനിലും ജയിലിലും ഒക്കെ കിടക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. 1 മണിക്കൂർ കടന്നു പോകുന്നത് 1 മാസം പോലെ തോന്നുക. എന്റെ മോളെയും മീരയും അച്ഛനും അമ്മയൊക്കെ കാണണം തോന്നുക. ജീവനോട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പോലും സംശയം. അവന്മാർ ഇനിയും വരും. എത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് രക്ഷിക്കണം. അല്ലെങ്കിൽ അവന്മാര് ഇതിനകത്തിട്ട് എന്നെ കൊല്ലും. ഇല്ല അനുപേട്ട, അനുപേട്ട ഇനി ആരും ഒന്നും ചെയ്യില്ല. അതിന് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഉടനെ തന്നെ അനുപേട്ടനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കും. ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക. ഒരു നല്ല വക്കീലിനെ ഞങ്ങൾ ഇന്ന് തന്നെ ഏർപ്പാടാക്കാം. എന്റെ ഒരു സുഹൃത്തിന്റെ ജ്യേഷ്ഠനുണ്ട്. ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന വലിയ ക്രിമിനൽ ലോയറാ. അദ്ദേഹം വിചാരിച്ച ഉടനെ ജാമ്യം കിട്ടും. അതിനു മുമ്പ് നമുക്ക് CI സാറിനോട് ഒന്നുകൂടെ ഒന്ന് സംസാരിക്കണം. എന്തെങ്കിലും ഒരു കോംപ്രമൈസിലൂടെ ഈ പ്രശ്നം തീർക്കാൻ പറ്റുമോ നോക്കണം. എന്തായാലും അനുപേട്ടനെ പേടിക്കണ്ട. അനുപേട്ടനെ ഞങ്ങൾ ഇവിടുന്ന് രക്ഷിച്ചിരിക്കും. ഗ്രഹങ്ങളെല്ലാം ശത്രുപക്ഷത്താണ്. അനുകൂല ഭാവത്തിൽ ഒന്നുമില്ല. നഷ്ടങ്ങളുടെയും ദോഷങ്ങളുടെയും കാലമാണ് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ജ്യോത്സരെ, നടക്കാൻ പാടില്ലാത്ത പലതും നടക്കുന്നു. ഇതിന്റെയൊക്കെ കാരണം എന്തായാലും അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം ചെയ്തേ പറ്റൂ. അവിടെ എല്ലാരും വലിയ പ്രശ്നത്തിലാ. കുടുംബത്തിലുള്ളവർക്ക് സമാധാനം വേണം. എന്ത് ദോഷമുണ്ടെങ്കിലും അതൊന്ന് മാറ്റിത്തരണം. പൂർവജന്മ പാപങ്ങൾ അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ. ഇനി നഷ്ടപ്പെടലിന്റെ കാലമാണ്. കുടുംബം, ബന്ധങ്ങൾ, സമ്പത്ത് എല്ലാം നഷ്ടപ്പെടും. അത് അനുഭവിക്കാതെ തരില്ല. ഇതിൽ ഒരു പരിഹാരവും ഇല്ലേ ജ്യോത്സരെ? പരിഹാരം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പരിഹാരമുണ്ട്. പക്ഷേ ആ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്തു പരിഹാരവും ചെയ്യാം. എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. പൂജയോ വഴിപാടോ എന്തായാലും കുഴപ്പമില്ല. ഞങ്ങളതെല്ലാം ചെയ്തോളാം. അങ്ങനെ പൂജയും വഴിപാടും കഴിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അസുര നിഗ്രഹമാണ് വേണ്ടത്. അസുര നിഗ്രഹോ?
ഒരു പുനർജന്മം നടക്കാൻ പോകുന്നു. 6 തലമുറയ്ക്കപ്പുറം പൂർവികരുടെ തിന്മ കാരണം ഇല്ലാതായി പോയ ഒരു ആത്മാവ്. തെളിച്ചു പറഞ്ഞാൽ പച്ച ജീവനോട് കത്തിച്ചു കൊന്ന ഒരു ദുരാത്മാവ് നിങ്ങളുടെ തറവാട്ടിൽ വന്ന് ജനിക്കാൻ പോകുന്നു. ജനിക്കാൻ പോകുന്നു എന്നല്ല, ജനിച്ചു കഴിഞ്ഞു. ജനിച്ചു എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഭൂമിയിൽ ജനിച്ചു എന്നല്ല, ഉദരത്തിൽ ജനിച്ചു എന്നാണ്. ഗർഭിണികളായ ആരെങ്കിലും ഇപ്പൊ തറവാട്ടിലുണ്ടോ? മകളും മരുമകളും പ്രഗ്നന്റ് ആയിരുന്നു. അതിൽ മകളുടെ പ്രഗ്നൻസി അബോട്ടായിപ്പോയി. എന്താ ജോത്സരെ? അത് വെറുതെ പോയതല്ല, ഇല്ലാതാക്കിയതാണ്. ഈ ദുരാത്മാവ് ആ കുട്ടിയുടെ വയറ്റിൽ ജന്മമെടുത്തത് മുതലാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്. ഇനിയും അത് കൂടിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഇതിനൊരു പരിഹാരം ഉണ്ടെന്നല്ലേ ജ്യോത്സ്യം പറഞ്ഞത്? അതെന്താ? ഒരു പരിഹാരമേ ഉള്ളൂ. ആ ദുരാത്മാവ് നിങ്ങളുടെ തറവാട്ടിൽ ജനിക്കാൻ പാടില്ല. എന്താ ഇത്? ഒരു കുഞ്ഞ് ജനിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഈ കുഞ്ഞിനായി പല നേർച്ചകളും വഴിപാടും ഒക്കെ നടത്തിയതാ അവർ രണ്ടുപേരും. അർച്ചനയ്ക്ക് സർവഗുണ സമ്പന്നനായ ഒരു ആൺകുട്ടി ജനിക്കുമെന്ന് അവിടുത്തെ പൂജാരിമാര് അനുഗ്രഹിച്ചു പറഞ്ഞിട്ടുള്ളതാ. എല്ലാം തെറ്റിപ്പോകും. നിങ്ങളാരും പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല ഇനി സംഭവിക്കാൻ പോകുന്നത്. ആ ജനനം സർവനാശത്തിന്റെ തുടക്കമായിരിക്കും. ഇതിൽ നിന്ന് ആ വീടിനെയും അവിടെയുള്ളവരെയും രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ കുഞ്ഞ് ഈ ഭൂമിയിൽ പിറക്കാതിരിക്കുക. ജനിക്കാത്ത കുഞ്ഞിന് ജാതകദോഷം ഉണ്ടോന്ന് വിവരദോഷികൾ ചോദിച്ചേക്കാം. ഇത് ജാതകദോഷമല്ല, പൂർവജന്മ പാപങ്ങളുടെ ഒഴുക്കാണ്. അതിലെല്ലാം തകർന്നു പോകും. ഇന്നുള്ളതെല്ലാം ഇല്ലാതാകും. അതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ആ ജനനം തടഞ്ഞേ പറ്റും. ഇപ്പോ നല്ല ഹോസ്പിറ്റലുകൾ ധാരാളം ഉണ്ടല്ലോ. പരിഹാരം ആ വഴിക്കുമാകാം. അയ്യോ ജ്യോത്സ്യരെ, കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് ഞങ്ങൾ എങ്ങനെ അവരോട് പറയും? അതൊന്നും പറ്റില്ല. അല്ലാതെ എന്തെങ്കിലും പരിഹാരമാർഗം ഉണ്ടോ? ഒരു കുഞ്ഞിനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. ഒരുപാട് കാലത്തെ ചികിത്സകൾ നടത്തി നിധി പോലെ കിട്ടിയ കുഞ്ഞ് അവളുടെ വയറ്റിലുള്ളത്. അതിനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ എങ്ങനെ പറയും? എന്തു വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ കണ്ടത് പറഞ്ഞു, അത്രേ ഉള്ളൂ.